താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന തന്റെ നന്ദുവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അത് അനിയുടെ ജീവിതത്തിൽ അവന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ അനിയുടെ മനസ്സിൽ നന്ദുവിന്റെ മുഖം മാത്രമായിരുന്നു. അവൻ നേരെ നവീനെ കാണാൻ പോയി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊരു നേരിയ പ്രതീക്ഷ അനിയുടെ ഉള്ളിലുണ്ടായിരുന്നു. നവീൻ തന്റെ മുറിയിൽ എന്തോ ഫയലുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയുടെ വരവ്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, നവീൻ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് അനി പറഞ്ഞു. വാനി ഇരിക്ക്, എനിക്കറിയാം നീ എന്താ പറഞ്ഞത് എന്ന്. നന്ദുവുമായിട്ടുള്ള എൻ്റെ കല്യാണക്കാര്യം സംസാരിക്കാനല്ലേ നീ വന്നത്? നവീൻ വളരെ ശാന്തനായിരുന്നു. അതെ. അനി അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാ? നന്ദുവിനെ നീ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അതിനായി അവളുടെ വീട്ടിൽ പോയിട്ട് നീ കല്യാണം ആലോചിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ നവീൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? നവീൻ്റെ ചുണ്ടിൽ നേരിയൊരു ചിരി പിളർന്നു. അതിനെന്താ അനി, നന്ദു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവളെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ മനസ്സിലൊരു പോലീസുകാരി അവള്. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതുമല്ലേ അത്? പക്ഷേ നന്ദുവിന് ഇതൊന്നും തന്നെ അറിയില്ലായിരുന്നല്ലോ. അനി പെട്ടെന്ന് അങ്ങ് ചൂടായി. നീ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ ചുമ്മാ പറഞ്ഞതാണെന്ന്. നന്ദുവിനോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ഞെട്ടൽ നീ കാരണമായിരുന്നു. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. നവീൻ കുറച്ചൊന്ന് ഗൗരവത്തിലായി. അവൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ നീ എന്തിനാ ഇതിലിത്ര ടെൻഷൻ അടിക്കുന്നത് അനി? നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ എനിക്കറിയാം. നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ നിന്റെ വീട്ടിലേക്കല്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അവളെ കൂടി അങ്ങോട്ടേക്കാക്കാൻ അവളുടെ വീട്ടുകാർക്കും അവിടെ മരുമനാക്കാൻ നിന്റെ വീട്ടുകാർക്കും ഒട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ കല്യാണം മുടക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കാണ് നവീന്. അനിയുടെ ശബ്ദം അങ്ങ് കനത്തു. അതേടാ, ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണ്, അതും വർഷങ്ങളായിട്ട്. അനാമികയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടന്നത് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദുവാണ്, അവളുടെ മനസ്സിൽ ഞാനുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരുവാ. നവീൻ പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. ഓ, എന്നിട്ട് ഇത്രയും നാളായിട്ട് എന്തേ നിങ്ങളുടെ കല്യാണമൊന്നും നടന്നില്ല? നീ പോയി അനാമിക കല്യാണം കഴിച്ചില്ലേ? അതിനു മുൻപ് നിനക്ക് നന്ദുവിനെ കെട്ടാമായിരുന്നില്ലേ അനി? നീ പ്രായോഗികമായതൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കിതുവരെ അനാമികയിൽ നിന്ന് ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല. മാത്രവുമല്ല നിന്റെ വീട്ടുകാർ അവന്തികയുമായി നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുവല്ലേ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ നന്ദുവിന്റെ പുറകെ നടക്കുന്നത്? അനിയുടെ നിയന്ത്രണം അങ്ങ് വിട്ടു. അവൻ പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് നവീന്റെ കോളറിനങ്ങ് കുത്തിരി പിടിച്ചു. എന്താടാ നീ പറഞ്ഞത്? അവളെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല എന്നോ? എടാ, എൻ്റെ ജീവനാടാ അവൾ. നീ എൻ്റെ ഫ്രണ്ടില്ലേ? ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ ആലോചനയിൽ നിന്നും നീ എങ്ങനെയെങ്കിലും ഒന്ന് പിന്മാറണം നവീൻ. നവീൻ അനിയുടെ കൈകളങ്ങ് തട്ടി മാറ്റി. ഇല്ല അനി, ഞാൻ ഒരിക്കലും പിന്മാറില്ല. അവന്തികയുടെ ആലോചന വന്നപ്പോൾ പോലും ഞാൻ വേണ്ടാന്ന് വെച്ചത് നന്ദുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇതിന് താല്പര്യമില്ലായിരുന്നിട്ട് പോലും ഞാൻ നിർബന്ധിച്ചിട്ടാ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. നീ ഇനി ഇതിൽ ഇടപെടാൻ വരുന്നത്. എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. അത്രയും പറഞ്ഞ് നവീൻ ദേഷ്യത്തോടു കൂടെ അവിടെ നിന്നും പോവാണ്. അനിക്ക് ആകെ തല കറങ്ങുന്നത് പോലെ തോന്നി. താൻ ഒരുപാടധികം സ്നേഹിച്ച പെണ്ണിനെ സ്വന്തം സുഹൃത്ത് തന്നെ തട്ടിയെടുക്കാൻ പോകുന്നു. അവൻ തളർച്ചയോടുകൂടെ അവിടെ ഇരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന് അവന് മനസ്സിലായി. അവിടെ നിന്നും അനി നേരെ പോയത് ആദർശിനെയും നയനെയും കാണാൻ വേണ്ടിയിട്ടാണ്. നന്ദുവിൻ്റെ ചേച്ചിയാണല്ലോ നയന. അവളെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്നായിരുന്നു അനിയുടെ പ്രതീക്ഷ. പക്ഷേ ആദർശിൻ്റെ വാക്കുകൾ അവനെ കൂടുതൽ തളർത്തിക്കളഞ്ഞു. നീ എന്താ നീ ഇപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുവാണോ? ആദർശ് ചോദിച്ചു. നന്ദുവിന് വന്നിരിക്കുന്നത് നല്ലൊരു ആലോചനയാ. നവീനെ പോലൊരു പയ്യനെ അവൾക്കിനി അവളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. അതോടുകൂടെ അവളുടെ ജീവിതം തന്നെ അങ്ങ് രക്ഷപ്പെടും. നിനക്കറിയാമല്ലോ നിന്റെ വീട്ടിലെ അവസ്ഥ. ജാനകിയമ്മ ഇളയമ്മ ഒരിക്കലും ഇതിനൊന്നും സമ്മതിക്കില്ല. നന്ദുവിനെ ആ വീട്ടിലേക്ക് കയറ്റാനോ അവിടെ മരുമകളാക്കാനോ ഒരിക്കലും ഇളയമ്മ സമ്മതിക്കില്ല. നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതിന് സമ്മതവുമല്ല. നീ വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അവളുടെ പാട്ടിന് പോയി ജീവിക്കട്ടെ. അവർ തമ്മിൽ അങ്ങനെ ഒരു കല്യാണാലോചന നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും നന്ദുവിൻ്റെ വീട്ടുകാർക്കും നവീൻ്റെ വീട്ടുകാർക്കും അത് ഓക്കെ ആയിരിക്കും. നയനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ക്ഷമിക്കനി, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. നീ ഇത് മനസ്സിൽ നിന്നും കളയാൻ നോക്ക്. അവന്തികയുമായിട്ടുള്ള കല്യാണം കഴിയുമ്പോൾ നിനക്ക് നല്ലൊരു മാറ്റം വരും. അനിക്ക് സങ്കടവും ദേഷ്യവും അങ്ങ് അലയടിച്ചു. ആരോടും ഒന്നും പറയാതെ തന്നെ അവൻ അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ മനസ്സിലെ ഇരുട്ടിന് അതിനേക്കാൾ കനമുണ്ടായിരുന്നു. നന്ദുവിൻ്റെ വീട്ടിലെത്തിയ കോലാഹലങ്ങൾ നടക്കുമായിരുന്നു ഇതേ സമയം. അമ്മ കനകദുർഗയും അച്ഛൻ ഗോവിന്ദനും അവളുടെ മുന്നിൽ രോഷത്തോടെ നിൽക്കുകയാണ്. നന്ദു ഒരു തടിപ്പാവയെ പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. എന്താടി നിന്റെ മനസ്സിലിരിപ്പ്? കനകദുർഗ ശബ്ദമുയർത്തി. നാളെ നവീൻ്റെ വീട്ടുകാർ പെണ്ണ് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നിന്റെ മുഖം നീ അങ്ങ് വീർപ്പിക്കാനൊന്നും പോവരുത്. അവർ ചോദിക്കുന്നതിന് നല്ല മറുപടി പറയണം. ഈ കല്യാണം വേണ്ടെന്ന് പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഓർത്തു വെച്ചോ നീയെ. ഈ വീട്ടിൽ പിന്നെ ഞങ്ങൾ ഒരിക്കലും ബാക്കി ഉണ്ടാവില്ല. നന്ദു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെ? എനിക്ക് നവീനേട്ടനുമായിട്ട് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ പെട്ടെന്നൊരാളോടൊപ്പം ജീവിക്കാനൊക്കെ എനിക്ക് കഴിയാ?
ഗോവിന്ദൻ ദേഷ്യത്തോടെ ഇടപെട്ടു. നീ അനിയുടെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവനെ കെട്ടാമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട. കഴിഞ്ഞ തവണ ആ അനന്തപുരിയിൽ പോയപ്പോൾ അവർ ഞങ്ങളെ എന്തെല്ലാമാണോ പറഞ്ഞത് നിനക്കറിയാവില്ലേ? നീ കാരണം അനിയുടെയും അവന്തികയുടെയും കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാണ് ജാനകിയും ജലജയൊക്കെ ഞങ്ങളെ അപമാനിച്ചത്. ആ വീട്ടിലേക്ക് നിന്നെ കെട്ടിച്ചു വിടാനൊന്നും എനിക്ക് മനസ്സില്ല. കനകദുർഗ വീണ്ടും തുടർന്നു. അതെ, നിന്റെ 2 ചേച്ചിമാരവിടെയുണ്ട്. ഈ നിന്നെ കൂടി അങ്ങോട്ടേക്ക് അയച്ച് ഞങ്ങൾ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കരുത് ഞങ്ങൾക്ക്. ഈ കല്യാണത്തിന് നീ സമ്മതിച്ചേ തീരുന്നെന്തോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ശവം നീ കാണും. മാതാപിതാക്കളുടെ ഭീഷണിക്ക് മുന്നിൽ നന്ദുവിന് പിടിച്ചു നിൽക്കാനായില്ല. അവൾ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. കട്ടിലേക്ക് വീണങ്ങ് പൊട്ടിക്കരയാണ്. അനിയെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ആ രാത്രി നന്ദു ഒട്ടും തന്നെ ഉറങ്ങിയില്ല. അവളുടെ കണ്ണുനീർ കുതിരുന്ന അവളുടെ തലയണ അവളുടെ സങ്കടത്തിന്റെ ആഴം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നവീന്റെ അമ്മയും മുത്തശ്ശനും നന്ദുവിന്റെ വീട്ടിലേക്കെത്തി. കനകദുർഗ അതിയായ സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചത്. ഞങ്ങൾ തൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, കനകദുർഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നവീൻ മോൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നന്ദുവിന് പറ്റിയ ആള് തന്നെയാ നവീന്. പ്രൊഫഷനും 2 പേരും ചേർച്ചയുണ്ടല്ലോ. നവീന്റെ അമ്മ അത്ര താല്പര്യമില്ലാത്തതുപോലെയിരുന്നു. എനിക്കിത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ നിർബന്ധം കൊണ്ടാ ഞാൻ വന്ന് പോലീസുകാരിയുടെ മരുമകളാക്കാൻ എനിക്കൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തു എന്നേ ഉള്ളൂ. കനകദുർഗ പെട്ടെന്നങ്ങ് ഭാവം മാറ്റാൻ ശ്രമിച്ചു. അതൊക്കെ നവീൻ മോന് പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. നവീന്റെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. എവിടെ കുട്ടി? നന്ദുവിനെ കാണാനില്ലല്ലോ. അവൾക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ, താല്പര്യക്കുറവുണ്ടോ? ഏയ്, അവൾക്കെന്ത് താല്പര്യക്കുറവ്? അവൾ അകത്തുണ്ട്. കനകദുർഗ വിളിച്ചു. നന്ദു, ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. നന്ദു മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒരു സാധാരണ പാൻറ്റും ഷർട്ടുമായിരുന്നു വേഷം. മുഖത്തൊരു തുള്ളി മേക്കപ്പ് പോലുമില്ല. ഉറങ്ങാത്തത് കൊണ്ട് തന്നെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് കുഴിയിൽ പോയതുപോലെ ഇങ്ങനെ വീർത്തിരിക്കുന്നു. നവീന്റെ അമ്മക്ക് അവളെ കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്താ മോളെ, ഡ്യൂട്ടിക്ക് പോയില്ലേ? മുത്തശ്ശി സ്നേഹത്തോട് ചോദിച്ചു. ഇല്ല, ഇന്ന് നിങ്ങൾ വരുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് പോയില്ല. നന്ദു വളരെ പതുക്കെ പറഞ്ഞു. മോളെ, കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ തീരുമാനിക്കാണ്. നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് മുത്തശ്ശൻ വീണ്ടും ചോദിക്കാണ്. നന്ദുവിന് നോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കനകദുർഗ അവളെ നിന്ന് രൂക്ഷമായി നോക്കിയതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ തൻ്റെ വാക്കിലാണെന്നോർത്തപ്പോൾ തന്നെ അവൾക്ക് തൊണ്ടയിടറി. ഇല്ല എന്ന് അവൾ പതുക്കെ പറഞ്ഞ് അവൾ വേഗം തന്നെ മുറിയിലേക്ക് അങ്ങ് നടക്കുകയാണ്. വാതിലടച്ച് അവൾ താഴെ വീണിരുന്നങ്ങ് പൊട്ടിക്കറിയാണ്. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ദൈവമേ? എൻ്റെ അനിയെ ഞാൻ വിട്ട് എങ്ങനെയാ മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ പാവം നന്ദു സങ്കടപ്പെട്ടിങ്ങനെ വിതുമ്പിക്കറിയാ. നന്ദുവിൻ്റെ മുഖം കണ്ട് നയനയും നവ്യയും വളരെയേറെ വിഷമിച്ചിരുന്നു. നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നയന ശ്രമിച്ചുവെങ്കിലും നന്ദുവിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയം തകർത്തു. നയനേച്ചി, ഞാൻ അവനെക്കുറിച്ച് ഓർത്തിട്ടാ വിഷമിക്കുന്നത്. ഞാൻ വേറൊരാളുടെ കൂടെ പോയാൽ അവൻ എന്തെങ്കിലും കടങ്ക ചെയ്യുമോ എന്നാ എനിക്ക് പേടി. അത്രക്കധികം ഇഷ്ടമാണ് എനിക്കെന്നെ. നന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നയന അവളെ ആശ്വസിപ്പിച്ചു. മോളെ, നീ സങ്കടപ്പെടാതെ. അനന്തപുരിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാനൊന്നും കഴിയില്ല. ഞങ്ങളുടെ ജീവിതം തകർന്നു പോവും. അച്ഛനെയും അമ്മയും ഓർത്ത് നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം മോളെ. എന്നാ നവ്യയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനെ തൻ്റെ പ്ലാൻ ഇങ്ങനെ മനസ്സിലുറപ്പിക്കുകയാണ് നവ്യ. നിന്റെ അനിയത്തി കൊള്ളാമല്ലോ. ഇപ്പോൾ നവീൻ വക്കീലിനെയാണല്ലോ അവൾക്ക് ഇഷ്ടം? അബി പരിഹാസത്തോടെ ചോദിച്ചു. നവ്യക്കങ്ങ് ദേഷ്യം വിളയാണ്. അവൾ ആരെയും വശീകരിക്കാനൊന്നും പോയിട്ടില്ല അബി. അവളുടെ മനസ്സിൽ ഇന്നും മനി മാത്രമാണ്. നവീൻ നിർബന്ധം പിടിച്ചിട്ടാ ഈ കല്യാണം നടക്കുന്നത്. അവളെ കുറ്റം പറയരുത് അബി. നവ്യക്ക് ഒറ്റയ്ക്കിരുന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്തൊക്കെയോ മനസ്സിലേക്ക് വന്നു. നന്ദുവിനെയും അനിയെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണമെന്നായിരുന്നു നവ്യയുടെ മനസ്സിലെ ചിന്ത. നവീന്റെ അമ്മക്ക് ഈ കല്യാണം ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. അതൊരു ആയുധമാക്കാൻ തന്നെ നവ്യ തീരുമാനിച്ചു. അവൾ ഒരു സുഹൃത്തിനെ കൊണ്ട് നവീന്റെ അമ്മയുടെ ഫോണിലേക്ക് അജ്ഞാതമായൊരു നമ്പറിൽ നിന്നും അനിയും നന്ദുവും തമ്മിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു ഫോട്ടോസും അവർ തമ്മിലുള്ള വീഡിയോസും പിന്നെ ഒരു വോയിസ് മെസ്സേജും അയച്ചു. അന്ന് അനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്തിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അനിയും നന്ദുവും തമ്മിൽ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ അനാമികയുടെ അച്ഛനെടുത്തിരുന്നല്ലോ. അതെല്ലാം അബിയുടെ ഫോണിലുണ്ട്. അതെല്ലാം തന്നെ അങ്ങ് ഫോർവേഡ് ചെയ്യാണ് നവ്യ. അനിയും നന്ദും തമ്മിൽ വളരെ നാളുകളായി പ്രണയത്തിലാണെന്നും കല്യാണം കഴിഞ്ഞാലും നന്ദു അനിയുടെ കൂടെ തന്നെയായിരിക്കുമെന്നും അനാമികയുമായിട്ടുള്ള ഡിവോഴ്സിന് കാരണം നന്ദുവാണെന്നൊക്കെ ആ ഒരു വോയിസ് മെസ്സേജിലുണ്ടായിരുന്നു. കൂടെ അനിയും നന്ദുവും ഒരുമിച്ചുള്ള ചില പഴയ ചിത്രങ്ങളും അവർ കുറേ അധികം ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ അയച്ചു കൊടുത്തു. ഈ വിവാഹം നിർബന്ധമായി നടക്കുന്നതാണെന്നും അവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു നവ്യയുടെ ലക്ഷ്യം. അങ്ങനെ ആ മെസ്സേജുകളും ചിത്രങ്ങളെല്ലാം കണ്ടതോടുകൂടി നവീന്റെ അമ്മയുടെ സകല നിയന്ത്രണങ്ങളും പോയി. താൻ വെറുക്കുന്ന ഒരു പോലീസുകാരി, അതും ഇത്രയും മോശപ്പെട്ട സ്വഭാവമുള്ളവൾ. അവൾ നവീനെ വിളിച്ചു വരുത്തി ആ ചിത്രങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഇതാണോടാ നീ കെട്ടാൻ പോകുന്ന പെണ്ണ്? അവർ ദേഷ്യം കൊണ്ട് വിറച്ചു.
ഇതുങ്ങളാണോ നീ എൻ്റെ വീട്ടിലേക്ക് മരുമകളായി കൂട്ടിക്കൊണ്ടുവരുന്നത്? ഈ കല്യാണം നടക്കില്ലടാ, ഒരിക്കലും നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ഞാൻ സമ്മതിക്കില്ല. നവീൻ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അമ്മേ, ഇതൊക്കെ വെറുതെയാണ്. ആരും നമ്മൾ തകർക്കാൻ വേണ്ടി നോക്കുന്നതാ. പക്ഷേ അമ്മയോ മുത്തശ്ശനോ അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. മുത്തശ്ശൻ പോലും കാറിൽ മാറി. വേണ്ട മോനെ, മുത്തശ്ശൻ പറഞ്ഞു, അനിയുടെ ജീവിതം നീ കണ്ടതല്ലേ, അതുപോലെ നിനക്കും ഒരു ഗതികേട് വരാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ കല്യാണം വേണ്ട. ഗത്യന്തരമില്ലാതെ നവീൻ അത് സമ്മതിക്കേണ്ടി വന്നു. കല്യാണ ദിവസം ഓഡിറ്റോറിയം മുഴുവൻ മോടിയായി തന്നെ അലങ്കരിച്ചിരുന്നു. നന്ദാവനത്തിൽ നിന്നുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. കനകദുർഗയും ഗോവിന്ദനും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. അവരൊന്ന് വരാൻ വൈകിയതല്ലേ, ഇനി നവീനോട് നമ്മൾ എന്ത് സമാധാനം പറയുമെന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ദേവയാനി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ആദർശ് സദസ്സിന് നേരെ തിരിഞ്ഞു. അവർ വരില്ലമ്മേ. അവർ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചു. നന്ദുവിനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. മുഹൂർത്തം തെറ്റാതിരിക്കാനും ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ദൈവനിശ്ചയം ഇതായിരുന്നു. അനിയും നന്ദുവാണ് ഒന്നിക്കേണ്ടത് എന്ന് ആദർശ് പറയാണ്. അങ്ങനെ ഏതായാലും അവരെല്ലാവരും ആഗ്രഹിച്ചതുപോലെ അനിയുടെയും നന്ദുവിൻ്റെയും ആ ഒരു വിവാഹം ആക്സിഡന്റിൽ അങ്ങ് നടന്നു പോവാണ്. കല്യാണം കഴിഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി നേരെ അനന്തപുരിയിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അവരെ വരവേൽക്കാൻ തയ്യാറായി ജാനകി മുൻവാതിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സന്തോഷത്തോടു കൂടി ആയിരുന്നില്ല. അവരുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അനി നന്ദുവിനെ കൂട്ടിയിട്ട് ഇങ്ങനെ അനന്തപുരിയിലേക്ക് കയറി വരുന്ന സമയത്തിന് ജാനകി പറഞ്ഞു, നിക്കടെ അവിടെ, ഈ വീട്ടിലേക്ക് ഇവിടെ കയറ്റാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ രണ്ടും കൂടി ഇവിടെ താമസിക്കാനൊന്നും പോകുന്നില്ല. ഇറങ്ങി പോവാൻ പറ ഇവളോട്. അനി ഒന്നും പറയാനാവാതെ നിന്നുപോയി. നന്ദു ഭയത്തോടുകൂടി അനിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചു. അപ്പോഴാണ് നയന മുന്നോട്ട് വന്നത്. അവളുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ശാന്തതയെല്ലാം മാറിയിരുന്നു. അത് പറയാൻ ഇളയമ്മയ്ക്ക് ഇവിടെ യാതൊരുവിധ അവകാശവുമില്ല. നയന ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഇളയമ്മ സമ്മതിച്ചാലേ ഇല്ലെങ്കിലും ഇവർ ഇവിടെ തന്നെ ജീവിക്കും. അനി അവളുടെ കഴുത്തിൽ താലി കെട്ടിയെങ്കിൽ അവൾ അവന്റെ ഭാര്യയാണ്, ഈ വീടിന്റെ മരുമകളാണ്. അതാർക്കും തന്നെ മാറ്റാൻ പറ്റില്ല ഇളയമേ. നയനയുടെ ധൈര്യം കണ്ട് ജാനകി ഒന്ന് പതറി. നയന നന്ദുവിന്റെ കയ്യും പിടിച്ച് വലതുകാൽ വെച്ച് വീടിനകത്തേക്ക് കയറ്റി. നവ്യയും അവർക്കൊപ്പം തന്നെ നിന്നു. അനന്തപുരിയിലെ അന്തരീക്ഷമാകെ കലുഷിതമായിരുന്നു. പക്ഷേ അവരുടെ സമാധാനം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല.